ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു 2-3 പ്രോബ്ലംസ് ഒന്ന് നോക്കാം. കുറച്ചുകൂടി വരുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ശ്രീ രാജീവ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. രാജീവ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയി ആണ്. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബേസിക് സാലറി തന്നിട്ടുണ്ട്. DA എന്ന് പറയുന്നത് ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, CCA ഉണ്ട്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ് ഉണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ അത് സ്റ്റാറ്റ്യൂട്ടറി PF ആണ്. 10% ഓഫ് ബേസിക് പേ ആൻഡ് DA എന്ന് പറയുന്നുണ്ട്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 10% എന്ന് പറയുന്നുണ്ട്. അൺഫർണിഷ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ഹൗസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് 1200 പെർ മന്ത് ആണ് കൊടുക്കുന്നത്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ പെയ്ഡ് പ്രൊഫഷണൽ ടാക്സ് 1800. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഗവൺമെൻറ് എംപ്ലോയി ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഹീസ് എ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറിയാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ സാലറി, DA, അതേപോലെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്കറിയാം, സിറ്റി കോമ്പൻസറി ഒക്കെ ടാക്സബിൾ ആണ്, ഫെസ്റ്റിവൽ അലവൻസ്. ഇനി നമുക്ക് ആകെ ഒരു എടുക്കേണ്ടാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും SPFിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്തെല്ലാം ഇത് ഇൻക്ലൂഡഡ് ആണ്. അത് എംപ്ലോയിയെ സംബന്ധിച്ചോളം അവരുടെ സാലറിയിൽ ഇത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്കിത് ടാക്സബിൾ ആണ്, പക്ഷെ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെയാണ്, എന്താണ്, നോട്ട് ടാക്സബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കേസും നമുക്കിതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് വരുന്നൊരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. അപ്പോൾ ഇവിടെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും തോന്നേണ്ട കാര്യമില്ല. ഗവൺമെൻറ് എംപ്ലോയിയും ആണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എത്ര രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് ആ ഗവൺമെൻറ്റിൻ്റെ എമൗണ്ട് മാത്രമേ അവിടെ കാണിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബേസിക് പേ എന്ന് പറയുന്നുണ്ട് 16,500 നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 16,500 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 1,98,000. പിന്നെ DA എന്ന് പറയുന്നത് 3000 ആണ് ക്വസ്റ്റ്യനിൽ. 3000 ഇൻറ്റു 12 അപ്പോൾ 36,000. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് 300 പെർ മന്ത് ആണ്. അപ്പോൾ 300 ഇൻറ്റു 12 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് 16,500 കിട്ടിയ എമൗണ്ട് ഇൻറ്റു 12. ഇനി അടുത്തത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അത് നമുക്ക് 100 രൂപയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 100 ഇൻറ്റു 12 ആണ് 1200 തന്നിരിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി PF. അതിൽ എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും കാര്യങ്ങളൊന്നും നമുക്കിതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. അത് ഗവൺമെൻറ് ഫിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുക മാത്രമാണ്, അവിടെ കാൽക്കുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 1200 ആണ്. ഇൻറ്റു 12 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 14,400 കിട്ടി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറി നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,56,200 ആണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്ന സാലറി ഇങ്ങനെ ഓരോ വകുപ്പുകൾക്കൊക്കെ കൊടുത്ത എമൗണ്ടൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു തുക. നമുക്ക് ഈ ഒരു തുകയാണ് കയ്യിൽ സാലറി ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി അങ്ങനെ കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 3 ഡിഡക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ സെക്ഷൻ 16 പ്രകാരം ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതെന്തായാലും 50,000 ഉണ്ട്. പിന്നെ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്കിവിടെ കമ്പ്യൂട്ട് ഉള്ളത് നമുക്ക് എക്സംഷൻ കൊടുക്കാം. എത്ര രൂപയാണ്, 3,600 ആണ് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരുന്നത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ആ 3 ക്രൈറ്റീരിയ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡും അതേപോലെ തന്നെ ഒരു 5,000ഉം പിന്നെ നമുക്ക് ആ ഒരു 10% സാലറിയും, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിനെ ബേസിട്ട് ഏതാണോ കുറവ് അതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറവ് വരുന്നത് ഒന്ന് ക്രൈറ്റീരിയ 5,000 ആണല്ലോ. മൂന്നാമത്തെ ക്രൈറ്റീരിയ 5,000. അതേപോലെ തന്നെ നമ്മുടെ സാലറിയുടെ പെർസെൻറ്റേജ് കാണുന്നു. ആക്ച്വൽ എത്രയാണോ നമുക്ക് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ റിസീവ് ചെയ്യുന്നത് എത്രയാണ് ഇവിടെ 3,600 ആണ്.
അപ്പോൾ ആ 3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഏതാണ്? 3600 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് ഇവിടെ എക്സംഷൻ കിട്ടും. പിന്നെ ഇദ്ദേഹം പ്രൊഫഷൻ ടാക്സ് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ 1800 അതും കൂടി കാണിച്ചു. അങ്ങനെ ഈ 3 കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് 55,400 ആണ് ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കേണ്ട എമൗണ്ട്. ഇങ്ങനെയാണ് സാലറി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്തൊക്കെ എടുക്കണം, എവിടെയൊക്കെയാണ് ലെസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഡിഡക്ഷൻ വരുന്ന ഈ 3 കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്താണെങ്കിലും നമ്മൾ കുറച്ചിരിക്കണം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മളിവിടെ എടുക്കാൻ കാരണം ഇദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ക്രൈറ്റീരിയ ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും കുറവ് ഏതാണെന്ന് വെച്ചാൽ അതാണ് എക്സംഷൻ കിട്ടുക. പ്രൊഫഷൻ ടാക്സ് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്, ഈ ഒരു ടാക്സും ലെസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ 3 കാര്യങ്ങൾ ലെസ് ചെയ്ത് കിട്ടിയതാണ് ഫൈനൽ ഇദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sri Gokul, an employee in a company in Bhopal, population exceeds 30 lakh, has the following emoluments during the previous year 2023-24. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് സാലറി ഇനത്തിൽ കിട്ടിയിരുന്നത്? ബേസിക് പേ ഉണ്ട്, ഡി എ ഉണ്ട്. ഡി എ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസിക് പേയുടെ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8000 ഇൻറ്റു 12 കണ്ടിട്ട് അതിൻ്റെ 20% നമുക്ക് ഡി എ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, മെഡിക്കൽ അലവൻസ് ഉണ്ട്, ബോണസ് ഉണ്ട്, കമ്മീഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊവൈഡഡ് വിത്ത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ. ഇവിടെ അക്കോമഡേഷൻ ആരുടെയാണ്? എംപ്ലോയറുടെയാണ്. അപ്പോൾ അവരവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു വർഷം 24,000 ആണ് എൻ്റെ റെൻ്റൽ വാല്യൂ വരുന്നത്. ഇനി അദ്ദേഹത്തിന് കുക്കിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്വീപ്പർ ഭക്ഷണം വയ്ക്കാനുള്ള ആളെയും നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനുള്ള ആൾ, ഗാർഡൻ സെറ്റ് ചെയ്യേണ്ട ആൾ, അങ്ങനെ സാലറി അവർക്കുള്ള 3 പേരെ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രീ ഇലക്ട്രിസിറ്റി പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് 6,000 ആണ് ഒരു വർഷത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ടാക്സബിൾ സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ബേസിക് പേ തന്നിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് ഇൻറ്റു 12 മന്ത്സ് ചെയ്യുക. ഡിയർനെസ് അലവൻസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. 20% ആണ് ഡി എ എന്ന് പറയുന്നത്. അതായത് ബേസിക് പേയുടെ 20% ആണ് ഡി എ. 96,000 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. അതിൻ്റെ 20% ആണ് ഡി എ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കംപ്ലീറ്റ് ആയിട്ട് എമൗണ്ട് ഇൻറ്റു 12 ചെയ്യാം. മെഡിക്കൽ അലവൻസും ടാക്സബിൾ ആയതുകൊണ്ട് എമൗണ്ട് ഇൻറ്റു 12 മന്ത്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ബോണസ്, കമ്മീഷൻ ഇതെല്ലാം സെയിം തന്നെയാണ്. ആ എമൗണ്ടിനെ 12 മന്ത്സ് കൊണ്ട് ഇൻറ്റു ചെയ്ത് എമൗണ്ട് ഇവിടെ കാണിക്കുക. നെക്സ്റ്റ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ, ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. അതേപോലെ തന്നെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആയ കുക്ക്, സ്വീപ്പർ, ഗാർഡനർ ഇതിൻ്റെയൊക്കെ എമൗണ്ട് ഇൻറ്റു 12 മന്ത്സ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇലക്ട്രിസിറ്റി എമൗണ്ടും പേ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എമൗണ്ട് കൂടി ഇതിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,79,588 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആകെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ്റെ മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പോപ്പുലേഷൻ പറയുന്നത് 30 lakhs ആണ് പോപ്പുലേഷനുള്ള സിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറിയുടെ 15% ആണ് എടുക്കേണ്ടത്. ആ അമെൻമെൻറ്റ് പുതിയത് വരുന്നതിന് മുന്നേ ഉള്ള 5 മന്ത്സും വന്നതിന് ശേഷം വരുന്ന 7 മന്ത്സും ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സാലറി എന്ന് പറയുന്നതിന് നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ട ബേസിക് പേ തന്നെയാണ്. 96,000 എടുക്കണം. അതേപോലെ തന്നെ പാർട്ട് ഓഫ് സാലറി ആയതുകൊണ്ട് ഡി എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഡി എ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയെല്ലാം ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ എല്ലാം എടുക്കുക. CCA, മെഡിക്കൽ അലവൻസ്, അതേപോലെ തന്നെ 4,000 rupees ബോണസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരേണ്ടത്. ബോണസ്, കമ്മീഷൻ, അതേപോലെ തന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, മെഡിക്കൽ അലവൻസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം കിട്ടുന്ന ടോട്ടൽ ഇൻറ്റു 5 മന്ത്സിന് മാത്രമാണ് ഈ ഒരു റേറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 5/12 ചെയ്യുക. ഒപ്പം തന്നെ ഇൻറ്റു 15% ആണ്. കാരണം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 30 lakhs ആയതുകൊണ്ട് 15% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7,875 ആണ് വരുന്നത്.
ഇനി അതിനുശേഷം വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ 5 months ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അമെൻമെൻറ്റ് പുതിയത് വന്നതിന് ശേഷം ഈ ഒരു 30 lakhs വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എത്ര 7.5% ആണ്. സെയിം സാലറി തന്നെ ഈ ഒരു സാലറിയുടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ എടുക്കുന്നത് 7 monthsനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1,26,000 ഇൻറ്റു 7/12 ഇൻറ്റു 7.5%. ഈ 7.5% എങ്ങനെയാണുള്ള ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ആ ഒരു അമെൻമെൻറ്റ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. September 1 അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5,513 കിട്ടും. അപ്പോൾ ടോട്ടൽ 13,388. അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂ ഓഫ് അക്കോമഡേഷൻ ആയിട്ട് പറയുന്ന ഈ ഒരു 13,388. അപ്പോൾ ഈ ഒരൊറ്റ കാൽക്കുലേഷൻ മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രോസ് സാലറി കണ്ടിട്ട് നമുക്ക് ആകെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ് ഇവിടെ ഉള്ളൂ. അത് 50,000 ആണ് വരുന്നത്. ബാലൻസ് അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയി അല്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പ്രൊഫഷണൽ ടാക്സും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ആകെ വരുന്നൊരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ടാക്സബിൾ ആയതുകൊണ്ട് നമ്മളെല്ലാം ഇൻറ്റു 12 വെച്ച് ചെയ്തു. ആകെ ഒരു കാൽക്കുലേഷൻ വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഒരു RFA കാണാനുള്ളത്, വാല്യൂ ഓഫ് അക്കോമഡേഷൻ മാത്രം കാണേണ്ട കാര്യം. ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എംപ്ലോയി ഏത് നേച്ചറിലുള്ളതാണെന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസിക് സാലറിയുടെ ഒപ്പം എന്തൊക്കെ ആഡ് ചെയ്യണം, അതിൻ്റെ ആ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര പെർസെൻറ്റേജ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതും 5 monthsലേക്കുള്ളത് എന്നുള്ളത് അതും കൂടി ഓർക്കുക. ബാലൻസ് വരുന്ന 7 monthsലേക്ക് സെയിം സാലറിയുടെ തന്നെ. പിന്നെ നമ്മൾ വരുന്നത് ഈ ഒരു പോപ്പുലേഷനിൽ വരുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജാണ് അവിടെ എടുക്കേണ്ടതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഈ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Compute taxable salary of Mr. Jagadish for the assessment year 2024-25. ബേസിക് പേ തന്നിട്ടുണ്ട്. ഇവിടെ DA എന്ന് പറയുന്നത് ഗിവൺ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ടതാണെന്ന് ഓർത്ത് വയ്ക്കുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്. അതേപോലെ തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ RPFലേക്ക് ഓൺ കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്. അപ്പോൾ എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന RPFലേക്ക് 10% ആണ്. മെഡിക്കൽ റീഎംബേഴ്സ്മെൻ്റ് ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ്. അത് 20,000 ആണ് വരുന്നത്. ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് വിത്ത് എ സ്മോൾ കാർ ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ യൂസ്. ദ എംപ്ലോയർ ബെയേഴ്സ് ഓൾ എക്സ്പെൻസസ് ഓഫ് ദ കാർ. അപ്പോൾ ആ കാറിൻ്റെ എല്ലാ എക്സ്പെൻസും എംപ്ലോയർ എടുക്കുന്നുണ്ട്. സ്മോൾ കാറാന്ന് പറയുന്നുണ്ട്, ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പോയിന്റ് കൂടി നമുക്ക് കാൽക്കുലേഷനിലേക്ക് വരുന്നത്, ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് വിത്ത് അൺഫേർണിഷ്ഡ് ഹൗസ് ഇൻ എ സിറ്റി പോപ്പുലേഷൻ 12 lakhs. 12 lakhs പോപ്പുലേഷൻ വരുന്ന ഒരു സിറ്റിയിൽ അൺഫേർണിഷ്ഡ് ഹോം കൊടുക്കുന്നുണ്ട്. ഇനി അത് വന്നിട്ട് പ്രത്യേകിച്ച് പറയുന്നത് ദ ഹൗസ് ഈസ് ടേക്കൺ ഓൺ ലീസ് by the employer for which a lease rental of ₹25,000 is paid. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ 12 lakhs ഒക്കെ നമുക്ക് പോപ്പുലേഷൻ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാ, ഗവൺമെൻറ് എംപ്ലോയി അല്ല. രണ്ടാമത്തെ പോപ്പുലേഷൻ നോക്കുന്നത് അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ഏതാണ്, ഈ എംപ്ലോയറിന് ലീസിന് എടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ലീസ് റെൻ്റ് ആയിട്ട് വരുന്നത് 25,000 ആണ് ഒരു പേ ചെയ്യുന്നത്. ഓക്കെ, എംപ്ലോയർ ചാർജസ് 800 പെർ മന്ത്. ഇതിന് വേണ്ടിയിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് 800 രൂപ പെർ മന്ത് വാങ്ങുന്നുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കുക. ഫസ്റ്റ് പറയുന്ന ഐറ്റം ബേസിക് പേ തന്നെയാണ്. ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 12,000 ആണ്. അപ്പോൾ 12,000 ഇൻറ്റു 12. ഇനി DA എന്ന് പറയുന്നത് 3,600 ആണ്. 3,600 ഇൻറ്റു 12 ചെയ്യുക. നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറയുന്നുണ്ട് 1,000 ആണ്. 1,000 ഇൻറ്റു 12 ആണ് 12,000. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ഇൻ എക്സസ് ഓഫ് 12% എന്നാണ് പറയുന്നത്. അതായത് എത്രയാണോ നമ്മുടെ ബേസിക് സാലറി അതിൻ്റെ 12% കാണുക. അതിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ 12% പറയുന്നത് 22
1464 ആണ് വരുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്നത് എത്രയാണ്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എംപ്ലോയർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ 2800 ആണ് വരുന്നത്. 2800 ഇൻറ്റു 12 ചെയ്യാം. അതേപോലെ തന്നെ അതിൽ നിന്ന് ആ ഒരു എത്രയാണോ ഇതിൻ്റെ 12% എന്നുള്ളത് നോക്കുക സാലറിയുടെ. അപ്പോൾ ഇത് എക്സസ് ആണെങ്കിൽ ആ എമൗണ്ടിനെ ഡിഡക്റ്റ് ചെയ്തിട്ട് ഇത് ടാക്സബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞ ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5%. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 10% ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് RPF. അത് 4000 rupees ആണ് 10%. പക്ഷെ നമുക്ക് ഏത് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ? 10% ആണ് 4000 എങ്കിൽ അതിന് 9.5% കഴിഞ്ഞ് ബാലൻസ് വരുന്ന 200 രൂപയ്ക്ക് മാത്രമേ നമുക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ എമൗണ്ടിൻ്റെ 4000ൻ്റെ നമ്മൾ 10% ആണ് ഇവിടെ തന്നിരിക്കുന്നത് 4000 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് 9.5% എത്രയാണോ അത് നോക്കുക. അതിൻ്റെ ബാലൻസ് വരുന്നത് മാത്രമാണ് ടാക്സബിൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ റീഎംബേഴ്സ്മെൻ്റ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്കിവിടെ ടാക്സബിൾ ആണ്, അത് ഫുൾ എമൗണ്ട് എടുക്കണം. പിന്നെ ഒരു സ്മോൾ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എക്സ്പെൻസ് എംപ്ലോയർ എടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ യൂസിന് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1800 ആണ് സ്മോൾ കാർ ആകുമ്പോൾ. നമ്മൾ ആ കാറിൻ്റെ കാൽക്കുലേഷൻ അവിടെ പഠിച്ചത് ഓർക്കുക. അപ്പോൾ അതിൽ സ്മോൾ കാറിന് വരുന്നത് 1800 രൂപയാണ്. 1800 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 21,600 വരുന്നുണ്ട്. ഇനി ഒരു കാൽക്കുലേഷൻ വരുന്നത് വാല്യൂ ഓഫ് അൺഫേർണിഷ്ഡ് ഹൗസ് ആണ്. അപ്പോൾ അത് 14,470 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് താഴെ നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസ് സാലറി ഇവിടുന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഒരേ ഒരു ഡിഡക്ഷൻ ഏത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ്. ഇവർ ഗവൺമെൻറ് എംപ്ലോയി ഒന്നും അല്ല, അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒന്നും ഇവിടെ നമുക്ക് വരുന്നില്ല. പിന്നെ പ്രൊഫഷണൽ ടാക്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ നമുക്ക് വരുന്ന ഡിഡക്ഷൻ ഈ ഒരു 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാലറി ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ കൂടി ഒന്ന് നോക്കാം, എങ്ങനെയാണ് RFA കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ 15% ഓഫ് സാലറിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഏത് കാറ്റഗറി നോക്കണം? എംപ്ലോയർ ആ വീട് ലീസിന് എടുത്തിട്ടാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയർ ലീസിന് കൊടുക്കുമ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ 15% ഓഫ് സാലറിയാണ് പഴയ നിയമപ്രകാരം ആക്ട് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ 5 months വരേക്ക് മാത്രം നമ്മുടെ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പം അതിൽ ബേസിക് സാലറി വരും, അതേപോലെ DAൻ്റെ പാർട്ട് പറഞ്ഞു DA വരും, പിന്നെ വരുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഈ 3 കാര്യങ്ങളും കൂടി കൂട്ടിയതിന് ശേഷം 5/12 ഇൻറ്റു 15% കാണുക. 15% കിട്ടിയിരിക്കുന്നത് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടല്ല എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. കാരണം എംപ്ലോയർ ലീസിന് എടുക്കുമ്പം നമ്മുടെ ആക്റ്റിൽ പറയുന്നത് 15% ആണ് പഴയ നിയമപ്രകാരം പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം എംപ്ലോയർ ലീസിനെടുത്തൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 10% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസ് എത്ര മന്ത് ഉണ്ട് അവിടെ? 5 കഴിഞ്ഞ് ബാലൻസ് 7 monthsന് ഈ ഒരു സാലറിയുടെ 10% ആണ് കാണേണ്ടത്. അപ്പോൾ ഈ സാലറി ഇൻറ്റു 7/12 ഇൻറ്റു 10/100, അപ്പോൾ നമുക്ക് 11,620 കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 24,070 ആണ് കിട്ടുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കണക്കാക്കുന്നത് ലീസ് റെൻ്റ് ആണോ അതോ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന വാല്യൂ ആണോ, ഏതാണോ കുറവ് അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായി പറയുന്നുണ്ട് ലീസിന് എടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 25,000 രൂപയാണ് ലീസ് റെൻറ്റ് എംപ്ലോയർ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് എത്ര? എല്ലാം കൂടിയിട്ട് 24,000 വരുന്നുള്ളൂ. അപ്പോൾ ഏതാണ് കുറവ് വരുന്നത്? 25,000 റെൻറ്റിൽ കൊടുത്തതാണോ 24,000 നമ്മൾ കമ്പ്യൂട്ട് ചെയ്താണോ? ഇതാണ് കുറവ് വരുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതിൽ നിന്ന് എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്, 800 രൂപ വെച്ചിട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ 800 ഇൻറ്റു 12 എത്രയാണ്? 9,600. അപ്പോൾ അത് ലെസ് ചെയ്യുക. ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ.
അപ്പോൾ ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കമ്പ്യൂട്ടേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെയാണ്, പിന്നെ ഇത്ര ലാക്സിന് മുകളിൽ പോപ്പുലേഷൻ വരുമ്പോൾ കാണേണ്ടത് എങ്ങനെ, അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ ലീസിനാണ് എംപ്ലോയർ എടുക്കുന്നതെങ്കിൽ പഴയ നിയമപ്രകാരവും പുതിയ നിയമപ്രകാരവും എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നത് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ 5 മാസവും പുതിയ നിയമപ്രകാരം 7 മന്ത്സും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കൂടാതെ ലീസ് റെൻറ്റിനാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്ച്വലി ലീസ് റെൻറ്റ് കൊടുക്കേണ്ട എമൗണ്ട് ആണോ, നമ്മളിങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഏതാണോ കുറവ് ആ എമൗണ്ട് ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 25,000 ആണ് ലീസ് റെൻറ്റ് വരുന്നത്, കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 24,070 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് വരുന്നത് 24,070 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ഇവിടെ ഈ ഒരു എമൗണ്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനി അതാണ് കുറവെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മളിവിടെ പ്രോബ്ലത്തിൽ ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ട എമൗണ്ട് വരുന്നത്. ആ എമൗണ്ടിൽ നിന്നായിരിക്കും ആക്ച്വൽ എമൗണ്ട് ചാർജ് ചെയ്തിരിക്കുന്നതിന് ലെസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് തന്നെ ഫുൾ എമൗണ്ട് അവിടെ ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ 3 പ്രോബ്ലംസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്